ഇടി, നീ അവിടെ ചുമ്മാ ഇരിക്കാതെ മൂലികര എടുത്ത് ടേബിളെ കൊണ്ടുവച്ച്. ഓ ഈ അമ്മ കുറച്ചു നേരം ചുമ്മാ ഇരിക്കാനും സമ്മതിക്കത്തില്ല. ഞാൻ കൊണ്ടുവച്ചോളാം. രാധാമണി, നിന്റെ മോളെപ്പ എത്തും? ദേ, ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്കാച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്. 11 മണിയൊക്കെ ആയപ്പോ എയർപോർട്ടിലെത്തി. ഇച്ചിരി മുന്നേ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. ഒരു 12:45 ആകുമ്പോ ഇങ്ങ് എത്തും. എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ടടി, ഇവിടെ എല്ലാം റെഡിയായി. 4 വർഷം കൂടി വരുമല്ലേ, അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ, അവള് വന്നെന്ന് തോന്നണു. അമ്മേ, മോളെ കേറി വാ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അത് ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നോണ്ട് അമ്മയ്ക്ക് തോന്നണതാ. പണ്ട് കണ്ടതുപോലെയല്ല, ഇപ്പൊ കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട്. പൊക്കം ഒന്നും വെച്ചിട്ടില്ല ചേച്ചി, ചേച്ചിക്ക് തോന്നണതായിരിക്കും. അമ്മേ, അമ്മ ഇവിടെ? ചേച്ചി, ഞാനിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേച്ചി കൊണ്ടുവന്നോ? എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഈ ബാഗിലുണ്ട്. ആദ്യം നീ വന്ന് വല്ലതും കഴിക്കുക, എന്നിട്ടാകാം പെട്ടി പൊട്ടിക്കലൊക്കെ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എത്ര നാളായി അമ്മ ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ട്. ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം. അമ്മ ഫുഡ് എടുത്ത് വെക്ക്. ശരി മോളെ. സുധേച്ചി എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? അത് കൊള്ളാം, നല്ല ചോദ്യം. നിന്റെ മൂത്ത മോള് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതറിഞ്ഞ പാടെ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അല്ല, ആളില്ലേ ഇവിടെ? ഇല്ല ചേച്ചി, അവളേതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയേക്കുവാ. അതൊക്കെ പോട്ടെ, അവൾക്കിപ്പോ പ്രായം എത്രയായി? കഴിഞ്ഞ മെയ്യില് 27 കഴിഞ്ഞു. എന്താ ചേച്ചി? അപ്പോ കെട്ടുപ്രായമായി. കറക്റ്റ് സമയത്തിനാ ഞാൻ ഇവിടെ വന്നത്. അതെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അവളുടെ കാര്യത്തിന് ഒരു തീരുമാനമൊക്കെ അങ്ങ് എടുക്കണ്ടേ? എന്ത് തീരുമാനം? നിങ്ങളുടെ മൂത്ത മോളുടെ കല്യാണക്കാരോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളി ചെക്കന്റെ ആലോചന വന്നിട്ടുണ്ട്. പയ്യനങ്ങ് UK-ലാ, ഇവള് സൗദിയിലല്ലേ. കല്യാണം കഴിഞ്ഞാ സൗദിന്ന് ഇവൾക്ക് നേരെ UK-ലോട്ട് അങ്ങ് പൊക്കൂടെ? അയ്യോ എന്റെ സുധേച്ചി, ഇപ്പൊ ഞാൻ അവളുടെ കല്യാണക്കാരും ചിന്തിച്ചിട്ട് കൂടിയില്ല. അവളിപ്പോ പോയിട്ട് 4 വർഷമല്ലേ ആയുള്ളൂ. ഇനി കുറച്ചു നാളും കൂടെ അവളവിടെ പോയി പണിയെടുക്കട്ടെ. അവൾക്കും അതായിരിക്കും താല്പര്യം. ചേടാ, ഇതിപ്പോ എന്ത് ചെയ്യും? നല്ലൊന്നാന്തരം ചെക്കനായിരുന്നു. അല്ല രാധാമണി, നിനക്ക് 2 പെമ്മക്കളില്ലേ? ഇളയത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അവൾക്ക് നോക്കിക്കൂടെ ഈ പയ്യനെ? അയ്യോ എന്റെ ചേച്ചി, ഇത്ര പെട്ടെന്ന് ഇളയവളുടെ കല്യാണം നടത്തുമെന്നൊക്കെ പറഞ്ഞ, അതുമല്ല മൂത്തവള് നിക്കുവല്ലേ. അവളുടെ കല്യാണം കഴിക്കാതെ എങ്ങനെ ഞാൻ ഇളയവളെ കെട്ടിച്ചു കൊടുക്കണേ? അതുമല്ല, ഇനി ഇളയവളുടെ കല്യാണം നടത്താന്ന് വെച്ചാ അതിനൊക്കെ ഇപ്പൊ ഒത്തിരി പൈസ ആവത്തില്ലേ? അതിനൊക്കെ ഇപ്പൊ ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോവാനാ? എന്റെ പൊന്നു രാധാമണി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ മൂത്ത മോൾ എന്തായാലും സൗദിയില്, ഇളയവളെ ഈ UK-കാരനെ കൊണ്ട് കെട്ടിച്ച ഇളയവൾക്ക് UK-ലോട്ട് പൊക്കൂടെ? അപ്പൊ നിന്റെ 2 മക്കള് സെറ്റിലായി. പിന്നെ എന്താണ് കുഴപ്പം? അതൊക്കെ ശരി തന്നെ. എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് നീ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ നിന്റെ മൂത്ത മോള് പുറത്തുള്ളത്. അവളോട് കുറച്ചു നാള് ജോലി ചെയ്ത് പൈസ അയച്ചു തരാൻ പറയണം. അവളുടെ 5 മാസത്തെ സാലറി മതിയല്ലോ നിന്റെ ഇളയ മോളുടെ കല്യാണം നടത്താൻ. ശരി ചേച്ചി, ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും ഇല്ല എന്റെ രാധാമണി, നീ നന്നായിട്ടൊന്നിരുന്ന് ആലോചിക്കുക. എന്നിട്ട് നീ എന്നെ വിളിച്ച് പറഞ്ഞാ മതി. എനിക്ക് അപ്പുറത്തെ തങ്കമണിയുടെ വീട്ടിലൂടെ ഒന്ന് കയറണം. എന്നാ ശരി, ഞാൻ ഇറങ്ങിയേക്കോ. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? നീ എന്താന്ന് വെച്ചാ പറ. അമ്മയ്ക്കറിയാലോ, ഞാനിപ്പോ പുറത്തു പോയിട്ട് 4 വർഷമായില്ലേ. അവിടെ ആണെങ്കിൽ ഇവിടത്തെ പോലെ ഒന്നുമല്ല. അടിമ പണിയാ. 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യണം. പിന്നെ അതുമല്ല, ഇവിടത്തെ പോലെ യാതൊരു എൻജോയ്മെന്റും ഇല്ല. ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാലോ എന്ന് ആലോചിക്കുക. അയ്യോ, ചേച്ചി നിർത്തി പോരുവാണോ? അതെങ്ങനെ ശരിയാവും? എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. എനിക്കൊരു സ്കൂട്ടർ വാങ്ങിക്കണം. പിന്നെ ഞാൻ ഓൺലൈൻ വഴി ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം അതിനും ചേച്ചിയുടെ ഹെൽപ്പ് വേണം. അത് ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് നടത്താവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ നിനക്ക് ബിസിനസ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ഒരു 2 വീലർ വാങ്ങിക്കാലോ. പിന്നെന്താ പ്രശ്നം? അവള് പറഞ്ഞത് തന്നെ ശരി. നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിർത്തി പോന്ന ഒന്നും ശരിയാവത്തൊന്നുമില്ല. നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിനെടുത്ത ലോണൊക്കെ ഇനി ആരടയ്ക്കും? അത് മാത്രോ, ഇവിടെ ഇരിക്കുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം നിന്നെ ഒറ്റ ഒരുത്തിന് മുന്നിൽ കണ്ടിട്ടാ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങി വെച്ചേക്കുന്നേ. അതിന്റെയൊക്കെ ബില്ല് ആരടയ്ക്കും ഇനി? അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അടയ്ക്കാമേ. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും ഞാനൊരു ജോലിക്ക് കയറും. എന്തായാലും EMI ഒക്കെ അടഞ്ഞു പൊക്കോളും. അതൊന്നും ശരിയാവത്തില്ല. പിന്നെയും ഇനി ഈ പഴയ പോലെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കേണ്ടി വരും.
എനിക്കിനി അതേപോലെ ഒന്നും പറ്റത്തില്ല. പിന്നെ അതുമല്ല, നാട്ടുകാർ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. നിനക്കറിയോ, ഞാനിപ്പോ മാസത്തിൽ 4 സാരിയാ വാങ്ങുന്നേ. ഇവിടെ ഉള്ളവന്മാർക്കേ എന്റെ സാരിയിലാ കണ്ണ്. നീ ഇവിടെ പഴയ പോലെ നാട്ടിൽ വന്നാ ഞാൻ പഴയ പടിയാവും. പിന്നെ സാരി വാങ്ങാൻ ഒന്നും പറ്റത്തില്ല. അമ്മേ, അമ്മ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ആർഭാടം കാണിക്കാൻ പോകുന്നത്? നമുക്കുള്ളത് കൊണ്ട് അങ്ങ് ജീവിച്ചാ പോരെ? എനിക്ക് അവിടെ ഒട്ടും പറ്റണില്ലമ്മേ, അതുകൊണ്ടല്ലേ. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും. പൈസക്കേ പൈസ തന്നെ വേണം. പൈസ ഇല്ലാത്തപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നീ എന്തായാലും അവിടുത്തെ ജോലി കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാന്ന് തീരുമാനിക്കേ വേണ്ട. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ചേച്ചി. ചേച്ചി എന്തായാലും തിരിച്ചു പോകാൻ നോക്ക്. നിങ്ങൾക്ക് എന്താ എന്റെ അവസ്ഥ മനസ്സിലാവാത്തത്? ഞാനിപ്പോ നിന്റെ കൂടെ നിന്നാലേ ഈ കുടുംബം വീണ്ടും പഴയ പടിയിലോട്ട് പോകും. എനിക്ക് അതിന് താങ്ങാനുള്ള ശക്തി ഒന്നും ഇനി എനിക്കില്ല. അതുമല്ല, നിന്റെ അനിയത്തിക്കിപ്പം നല്ലൊരു ആലോചന വന്ന് നിൽക്കണ സമയാ. നീ കാരണം അതും ഇല്ലാണ്ടാക്കരുത്. അപ്പൊ ഈ പറഞ്ഞ ജീവിതം ഒന്നും എനിക്ക് വേണ്ടേമ്മേ. നിനക്ക് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവും. നീ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാം നിർത്തി നാട്ടിൽ വന്നു നിന്നാ അതൊന്നും നടക്കാൻ പോണില്ല. നീ ഒരു 5 കൊല്ലം കൂടെ അവിടെ നിന്ന് പണിയെടുക്ക്. അപ്പോഴത്തേനും ഞാൻ ദേ അമ്മുന്റെ കല്യാണം നടത്താം. അത് കഴിഞ്ഞിട്ട് നിനക്ക് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കോ സെറ്റിൽ ചെയ്യോ എന്ത് വേണേലും ചെയ്യാലോ. അമ്മേ, അതിന് ഞാനല്ലേ മൂത്തത്. അതിന് എന്റെ കല്യാണമല്ലേ ആദ്യം നടത്തേണ്ടത്. ഓ, ജസ്റ്റ് 4 വയസ്സല്ലേ വ്യത്യാസമുള്ളൂ. പിന്നെ നിന്റെ അനിയത്തിക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇതിലും നല്ലൊരു പയ്യനെ വേറെ എവിടെ കിട്ടാനാ? അവൾക്ക് നിന്നെ പോലെ പുറത്തു പോയി സെറ്റിൽ ആവാലോ. പയ്യൻ UK-ലല്ലേ. ഈ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് നിനക്കൊരു വഴി തുറന്നു തന്നേക്കോ. അത് ദൈവത്തെ ഓർത്ത് നീയായിട്ട് ഇല്ലാണ്ടാക്കരുത്. നീ എന്തായാലും തിരിച്ചു പോണം. നിനക്ക് അല്പമെങ്കിലും സ്നേഹം ഈ കുടുംബത്തോടും നിന്റെ അനിയത്തിയോടും ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും തിരിച്ചു പോകും. ചേച്ചിയായിട്ട് ഇനി എനിക്ക് വന്ന ഭാഗ്യത്തെ തല്ലിക്കെടുത്താൻ നിൽക്കരുത്. ചേച്ചിക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി തിരിച്ചു പോണം.